ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലാത്തതുമായ സിനിമകളുടെ OTT ലിസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻട്രോ ലാഗടിപ്പിച്ച് കൊല്ലുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. പേടിക്കാൻ വേണ്ടി ഇരുട്ടോ പ്രേതമോ വേണ്ടെന്ന് കാണിച്ചു തന്ന സംവിധായകനാണ് രാഹുൽ സദാശിവൻ. പറഞ്ഞു വരുന്നത് ഭൂതകാലം, ഭ്രമയുഗം തുടങ്ങിയ ഗംഭീര ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ മറ്റൊരു ചിത്രമാണ് ഹൊറർ ഡ്രാമ വിഭാഗത്തിലൊരുങ്ങി തിയേറ്ററിൽ നിന്ന് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കിയ ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അല്ല, വാങ്ങുന്നവനാണെങ്കിലും കൊണ്ടു നടക്കുന്ന ഞാനാണ്. അപ്പോൾ ഈ ഒരു ചിത്രം ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ മൊത്തം 5ഓളം ഇന്ത്യൻ ഭാഷകളിൽ ഈ ഒരു സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് സീരീസുകളിൽ വെച്ച് മോസ്റ്റ് വ്യൂവർഷിപ്പ് ഉള്ളതും അതുപോലെ ലോകമെമ്പാടുമായി വലിയൊരു ഫാൻ ബേസ് ഉള്ളതുമായ സീരീസ് ആണ് സീസണുകളായി പുറത്തു വന്ന ഈ ഒരു സീരീസിന്റെ 5ാമത്തെ സീസണിന്റെ 4 എപ്പിസോഡുകൾ ഇക്കഴിഞ്ഞു പോയ നവംബർ 26-നായിരുന്നു നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുകയുണ്ടായിരുന്നത്. മൊത്തത്തിൽ സീരീസിന്റെ 5ാമത്തെ സീസണിൽ 8 എപ്പിസോഡുകളാണ് ഉള്ളതെന്നും ബാക്കിയുള്ള 4 എപ്പിസോഡുകൾ ഈ വരുന്ന ക്രിസ്മസ് പ്രമാണിച്ച് 3 എപ്പിസോഡുകളും അതുപോലെ ബാക്കി വരുന്ന ഒരു എപ്പിസോഡ് ന്യൂ ഇയർ പ്രമാണിച്ച് റിലീസ് ചെയ്യുമെന്ന് നെറ്റ്ഫ്ലിക്സ് തന്നെ ഇപ്പോഴത്തെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം സീരീസിന്റെ വരും എപ്പിസോഡുകൾക്കായി. കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരീസ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഡിയർ കോമറാഡ്, ഗീതാ ഗോവിന്ദം അങ്ങനെ വളരെ ചുരുക്കം സിനിമകൾ കൊണ്ട് മാത്രം വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത താരം ആയിരുന്നു രശ്മിക മന്ദാന. പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു. പറഞ്ഞു വന്ന കാര്യം, രശ്മിക നായികയെത്തി ഇക്കഴിഞ്ഞു പോയ നവംബർ മാസം തിയേറ്ററുകളിലെത്തിയ തെലുങ്ക് ചിത്രമാണ് നമുക്കെല്ലാം ഇല്ലാത്തത്, അതായത് ദ ഗേൾ ഫ്രണ്ട്. റൊമാൻറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിലൊരുങ്ങി തിയേറ്ററുകളിൽ നിന്ന് നല്ല പടക്കം പടരം പോലെ പൊട്ടിയ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കുകയും ഈ ഒരു ചിത്രവും നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT ലിസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷ്മി ദീപ്തിയുടെ സംവിധാനത്തിൽ മലയാളത്തിലൊരുങ്ങിയ ഒരു 18+ സീരീസ് ആണ് സുബർഗത്തിലെ തേൻകനികൾ. അഡൾട്ട് ഡ്രാമ വിഭാഗത്തിലൊരുങ്ങിയ ഈ ഒരു സീരീസ് സിഗ്മ സീരീസ് എന്ന ആപ്പ് വഴി ഏതാണ്ട് 24 മിനിറ്റിനടുത്ത് ഡ്യൂറേഷൻ വരുന്ന ഫയല് മലയാള ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. വല്ലപ്പോഴേ ഒരു കിടിലൻ തീപാർന്ന ചിത്രം വരൂ, പക്ഷെ ആ വരുന്നത് ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയായിരിക്കും. പറഞ്ഞു വരുന്നത് കന്നഡ ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. അത്തരത്തിൽ കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തിറങ്ങിയ മറ്റൊരു വമ്പൻ ചിത്രമാണ് കാന്താര ചാപ്റ്റർ 1. ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ ഋഷഭ് ഷെട്ടി തന്നെ നായകനായി എത്തി ഏതാണ്ട് 700 കോടിക്ക് മുകളിൽ കളക്ടർ സ്വന്തമാക്കി വമ്പൻ ഹിറ്റായി മാറിയ ഈ ഒരു സിനിമയുടെ OTT ഇക്കഴിഞ്ഞു പോയ നവംബർ 11-ാം തീയതി ആമസോൺ വഴി ഹിന്ദി ഒഴിച്ച് മറ്റു ഭാഷകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഹിന്ദി ഭാഷയിൽ കൂടി ഈ ഒരു സിനിമ ആമസോൺ വഴി OTT റിലീസ് ആരംഭിച്ചിട്ടുണ്ട്.